ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി. വേനൽക്കാലത്ത് ചൂടൊക്കെ കൂടി വരികയാണല്ലേ, പോരാത്തതിന് വെക്കേഷൻ കാലം. അപ്പോൾ ഇതുപോലൊരു ഡ്രിങ്ക് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. പുറത്തുനിന്നൊന്നും വേറെ അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് പാലിൽ നിന്നും പകുതി ഞാൻ അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി ഇതാ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് പാലിൻ്റെ പകുതി നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഒരു ബൗളിലോട്ട് 2 സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം വലിയ സ്പൂണിന് 2 സ്പൂണോളം കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ തണുത്ത പാലിൽ തന്നെയാണ് കലക്കിയെടുക്കുന്നത്. നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടില്ലേ, ആ പാലിൽ നിന്നും കുറച്ചെടുത്തതിന് ശേഷമാണ് കലക്കുന്നത്. അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ നമ്മൾ ഇത്രയും അധികം പാലിലോട്ട് തന്നെ നേരിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കട്ടയില്ലാതെ കലക്കിയതിന് ശേഷം നമ്മൾ ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ബൗളിൽ തന്നെ ഈ കസ്റ്റാർഡ് പൗഡർ അങ്ങ് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുള്ള ഈ മിക്സ് ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് 4 സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം നോക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ മിക്സ് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വല്ലാതെ അങ്ങ് കട്ടിയായി പോകുമൊന്നും വേണ്ട, കുറച്ച് ലൂസിൽ തന്നെ നമ്മളിത് വാങ്ങി വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അത് ചൂടാറുന്ന സമയം കൊണ്ട് ഞാനിതാ ഒരു ബൗള് അവിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു ചീനച്ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പം നമ്മൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നതിനായിട്ട് പരമാവധി മട്ട അവിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ. അപ്പം നമ്മുടെ അവിലൊക്കെ ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിലൊന്ന് മാറ്റി കൊടുക്കാം, പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മട്ട അരിയാണ്. ഒരു ബൗളോളം മട്ട അരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ അരിയൊക്കെ വറുത്ത് കഴിക്കില്ലേ, ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം മട്ട അരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പൊന്നി അരിയോ പച്ചരിയോ ഒന്നും അങ്ങോട്ട് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടില്ല. അതിനുശേഷം ഞാനിതവിടെ 2 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നുറുക്കിയെടുത്തുകൊണ്ട് വരാം. അതിനുശേഷം നമ്മളിതാ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി വെച്ചിട്ടില്ലേ, ആദ്യം നമ്മൾ പകുതി പാല് മാറ്റി വെച്ചിരുന്നു, ആ പാലിലോട്ടാണ് ഈ പഴം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ മധുരം ഒന്ന് നോക്കുക. എന്നിട്ട് ആവശ്യമുള്ള മധുരം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം പോരാന്ന് തോന്നി. അപ്പോൾ 4 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാല് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ മിക്സിയുടെ ജാറിലോട്ട് പാല് മാറ്റുമ്പോൾ അത് ഫ്രീസറിൽ സൂക്ഷിക്കുക. എന്നിട്ട് നമ്മൾ അവിലും അരിയും കസ്റ്റേർഡ് മിക്സും ഒക്കെ തയ്യാറാക്കുമ്പോഴേക്കും ഈ പാല് നമുക്ക് നന്നായിട്ട് തണുത്ത് കിട്ടും കേട്ടോ. നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം 2 സെക്കൻഡ് നേരം അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അവിലിട്ട് കൊടുക്കാം. അതിനുശേഷം അരിമണി വറുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഒരു ലെയറായിട്ട് നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അവിൽ വറുത്തത് ഇട്ട് കൊടുത്തു, അരിമണി ഇട്ട് കൊടുത്തു, എന്നിട്ട് നട്ട്സും ഇട്ട് കൊടുത്തു. ഈ നട്ട്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നിലക്കടലയില്ലേ, വറുത്ത് കഴിക്കുന്ന കടല, അത് തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നട്ട്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഓരോ ലെയർ ബൈ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അരിമണിയും അവിലും നട്ട്സും അടുത്ത ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ പഴം ഉണ്ടെങ്കിൽ പഴം അരിഞ്ഞിടാം. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് മുന്തിരിയോ അനാറോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ഇടാട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. 2 മുന്തിരി ഉണ്ടായിരുന്നു, അത് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്പെഷ്യൽ കസ്റ്റാർഡ് അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അവിലും അരിമണിയും പാലും കസ്റ്റേർഡ് പൗഡറും ഒക്കെ വെച്ച് തയ്യാറാക്കിയ ഈ മിൽക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വേനൽക്കാലത്ത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന തണുപ്പിച്ച് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു റെസിപ്പി ആയിരിക്കും കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്